ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയും തമ്മിലുള്ള ഗ്രൂപ്പ് ഡിയിലെ അവസാനത്തെ മത്സരം അത് കുറച്ച് സമയത്തിനകം ആരംഭിക്കും. ഈ മത്സര ഫലത്തോടു കൂടിയാണ് ഗ്രൂപ്പ് ഡിയിലെ ജേതാക്കളെ നമുക്ക് അറിയാൻ സാധിക്കുക. അതിനു മുന്നേ മറ്റൊരു കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അതായത് രാജസ്ഥാൻ യുണൈറ്റഡിന് നേരിയ സെമി ഫൈനൽ സാധ്യതകൾ നേരത്തെ അവശേഷിച്ചിരുന്നു. പക്ഷേ അവരിപ്പോൾ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട്. അതായത് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയും രാജസ്ഥാൻ യുണൈറ്റഡും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ഡൽഹിയുടെ ഒരു ഹീറോയിസമാണ് ഈ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 2 ഗോളുകൾക്ക് പിറകിൽ നിന്നും പക്ഷേ പിന്നീട് അവസാനത്തിൽ 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഡൽഹി ഈ മത്സരത്തിൽ സമനില പിടിച്ചു വാങ്ങി എന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് രാജസ്ഥാൻ യുണൈറ്റഡ് പോയിന്റ് ഡ്രോപ്പ് ചെയ്തത്. ഇതോടുകൂടി രാജസ്ഥാൻ സെമി ഫൈനൽ കാണാതെ പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് മത്സരത്തിന്റെ 23-ാമത്തെ മിനിറ്റിൽ പെഡ്രോ രാജസ്ഥാന് വേണ്ടി ലീഡ് നേടി. പിന്നീട് 35-ാമത്തെ മിനിറ്റിൽ ബ്ലാൻഡൻ ഒരു ഗോൾ നേടുകയായിരുന്നു. ഇങ്ങനെ രാജസ്ഥാൻ യുണൈറ്റഡ് വിജയം ഉറപ്പാക്കിയ ഒരു സമയമായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി അതിശക്തമായിക്കൊണ്ട് തിരിച്ചു വന്നു. അതായത് മത്സരത്തിന്റെ 60-ാമത്തെ മിനിറ്റിലാണ് സൗരവിന്റെ ഗോൾ പിറന്നത്. പിന്നീട് 94-ാമത്തെ മിനിറ്റിൽ അഥവാ അവസാനത്തിൽ അലൻ ഒരു ഗോൾ നേടുകയായിരുന്നു. ഇതോടുകൂടി ഡൽഹി സമനില പിടിച്ചെടുത്തു. ഇതോടുകൂടി രാജസ്ഥാൻ യുണൈറ്റഡിന് കേവലം 4 പോയിന്റ് മാത്രമാണ് ആയിട്ടുള്ളത്. അവർ സൂപ്പർ കപ്പിൽ നിന്നും ഇപ്പോൾ പുറത്തായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ മുംബൈ സിറ്റി വിജയിക്കുകയാണെങ്കിൽ അവർക്ക് സെമി ഫൈനലിന് യോഗ്യത സ്വന്തമാക്കാൻ സാധിക്കും. അതല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് വിജയിക്കുന്നതെങ്കിൽ, അതല്ല മത്സരം സമനിലയിലാവുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരിക്കും സെമിയിലേക്ക് യോഗ്യത കരസ്ഥമാക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.